മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ ചതിപ്പരാമർശം മാനന്തവാടി മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് UDF. പ്രസ്താവന നിലവിലെ UDF സ്ഥാനാർത്ഥിയുടെ ജാഗ്രത ഉറപ്പാക്കുന്നതിനായി പറഞ്ഞതെന്നാണ് ജയലക്ഷ്മി പറയുന്നതെങ്കിലും മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പരാമർശം പ്രചാരണായുധമായിരിക്കുകയാണ്. ഞാൻ UDF മീറ്റിംഗ് നടത്തിയ ഇന്ത്യയുടെ മീറ്റിംഗ് നടത്തിയൊരു സ്പീച്ചാണ്. മാനന്തവാടി നിയോജക മണ്ഡലം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് UDFന് നഷ്ടപ്പെട്ടപ്പോൾ നമ്മളുടെ ഇടയിലുണ്ടായ ഒരു സംഭവം ഇനി അത് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവർത്തിക്കരുതെന്നുള്ള ഒരു ജാഗ്രത നിർദ്ദേശം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. മുൻമന്ത്രിയും മാനന്തവാടി MLAയുമായിരുന്ന പി കെ ജയലക്ഷ്മി UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ പരാമർശത്തിൽ വെട്ടിലായിരിക്കുകയാണ് പാർട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടി മണ്ഡലത്തിലുണ്ടായ UDF മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് അനുകൂല ഘടകമാകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തൽ. എന്നാൽ പരാമർശത്തിൽ പറയുന്നതിനെക്കുറിച്ച് തനിക്കറിവില്ല എന്നാണ് മാനന്തവാടി UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ പറയുന്നത്. അത് ഉണ്ടായിരുന്നിരിക്കാം മുൻകാലങ്ങളിൽ, പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പറഞ്ഞത് മുൻമന്ത്രി ആയതുകൊണ്ട് തന്നെ UDFലെ പ്രശ്നങ്ങൾ അവർ തന്നെ സ്ഥിരീകരിച്ചു എന്ന് മാനന്തവാടി LDF സ്ഥാനാർത്ഥി OR കേളു പറഞ്ഞു. പി കെ ജയലക്ഷ്മി തന്നെയാണല്ലോ അത് പറഞ്ഞത്. പി കെ ജയലക്ഷ്മി എന്ന് പറയുന്നത് കഴിഞ്ഞ സ്ഥാനാർത്ഥി മാത്രമല്ല, ഇന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് കൂടിയാണ്. അവരുടെ യോഗത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവർ തന്നെ ആ കാര്യത്തെ സ്ഥിരീകരിച്ച് പറഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിൽ നിന്നാണോ ലീഗിൽ നിന്നാണോ ചതി നേരിട്ടതെന്ന് ജയലക്ഷ്മി വ്യക്തമാക്കണമെന്ന് മാനന്തവാടി NDA സ്ഥാനാർത്ഥി പി ശ്യാംരാജ്. പി കെ ജയലക്ഷ്മിയെ പിന്നിൽ നിന്ന് കുത്തിയത് ആരാണ്? മുസ്ലിം ലീഗാണോ? പാർട്ടിയിലെ അവരുടെ ഗ്രൂപ്പ് തർക്കമാണോ എന്നുള്ള ജയലക്ഷ്മി തുറന്നു പറയട്ടെ. ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയുടെ പോസ്റ്ററുകൾ പോലും പുഴയിലൊഴുക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വ്യക്തമാക്കണം. വിമതരും സ്വതന്ത്രരും മത്സരിക്കാനില്ലാത്ത മാനന്തവാടി മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിൽ പ്രചരണം കൊഴുപ്പിക്കുന്ന UDFനെ തളർത്താൻ പി കെ ജയലക്ഷ്മിയുടെ പ്രസ്താവന ഉപയോഗിക്കുകയാണ് LDFും NDAയും. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.